ദോഫാറിൽ 10 കാർഷിക കരാറുകൾ ഒപ്പുവെച്ചു. ഭൂകമ്പം, ഒമാൻ അനുശോചിച്ചു. ഉച്ചവിശ്രമ നിയമം കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം. ഒമാനിൽ ജനസംഖ്യ 53.9 ലക്ഷം കവിഞ്ഞു. കൂടുതൽ പേർ മസ്കത്തിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ദോഫാർ ഗവർണറേറ്റിൽ കാർഷിക മൃഗസംരക്ഷണ മേഖലകളിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനായി 2 മില്യൺ ഒമാനി റിയാലിലധികം നിക്ഷേപ മൂല്യമുള്ള 10 കാർഷിക കരാറുകളിൽ ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഒപ്പുവെച്ചു. 2000 ഫെദ്ദാനിലധികം വിസ്തൃതിയുള്ള ഭൂമിയിലാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറാതെ അതിൽ കൃഷി ചെയ്യാനും അതിൽ നിന്നുള്ള ആദായം പൂർണ്ണമായി എടുക്കാനും ഒരു വ്യക്തിക്കോ കമ്പനിക്കോ നിശ്ചിത കാലത്തേക്ക് നൽകുന്ന നിയമപരമായ അധികാരമായ ഉസുഫ്രക് പ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത്. സലാലയിൽ നടക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ഫോറം ആൻഡ് എക്സിബിഷന്റെ ഭാഗമായാണ് കരാറുകൾ ഒപ്പുവെച്ചത്. കൊളംബിയയിലുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിൽ ഒമാൻ സുൽത്താനേറ്റ് കൊളംബിയൻ സർക്കാരിനും ജനങ്ങൾക്കും പിന്തുണയും അനുശോചനവും അറിയിച്ചു. ഭൂകമ്പത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇരകളുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഒമാനിൽ കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഉച്ചവിശ്രമ നിയമം കർശനമായി പാലിക്കണമെന്ന് തൊഴിലുടമകൾക്ക് നിർദ്ദേശവുമായി തൊഴിൽ മന്ത്രാലയം. ഉച്ചക്ക് 12:30 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനാണ് വിലക്ക്. തൊഴിൽ മേഖലയിലെ സുരക്ഷ തൊഴിലാളികളുടെ അവകാശമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് വഴി ജീവനക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാനും മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധിക്കും. ഉച്ചവിശ്രമ വേളകളിൽ ജീവനക്കാർക്ക് ആവശ്യമായ വിശ്രമവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ തൊഴിലുടമകളും തൊഴിലാളികളും ഒരുപോലെ സഹകരിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഒമാനിലെ ആകെ ജനസംഖ്യ ജൂൺ അവസാനത്തോടെ 53,98,645 ഉയർന്നതായി ദേശീയ സ്ഥിതിവിവര കണക്ക് വ്യക്തമാക്കി. 2025 ജൂൺ അവസാനത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യയിൽ 1.7% വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ 30,63,949 പേർ ഒമാനി പൗരന്മാരാണ്. ഇത് ആകെ ജനസംഖ്യയുടെ 56.75%. പ്രവാസികളുടെ എണ്ണം 23,34,696. ഗവർണറേറ്റുകളുടെ കണക്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്നത് തലസ്ഥാനമായ മസ്കത്തിലാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.